വ്യൂ പോയിന്റിൽ ഇന്നെൻ്റെ അതിഥി BJP സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കുമ്മനം രാജശേഖരനാണ്. കോഴിക്കോട്ട് നടക്കുന്ന BJPയുടെ ദേശീയ കൗൺസിൽ യോഗത്തിന്റെ പശ്ചാത്തലത്തിലാണ് ശ്രീ കുമ്മനം വ്യൂ പോയിന്റിലെത്തുന്നത്. വെരി വാം വെൽക്കം ടു ദി നമസ്കാരം. ശ്രീ കുമ്മനം രാജശേഖരൻ, കഴിഞ്ഞ കുറേ അധികം മാസങ്ങളായി കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ BJPയുടെ വളർച്ച ഉറപ്പാക്കാനും ജനങ്ങൾക്കിടയിൽ BJPയുടെ സ്വീകാര്യത അരക്കിട്ടുറപ്പിക്കാനും വേണ്ടിയുള്ള ആലോചനകൾ BJPയുടെ ദേശീയ നേതൃത്വത്തിൽ സജീവമായി നടക്കുന്നുണ്ടല്ലോ. നാഷണൽ കൗൺസിൽ കോഴിക്കോട്ട് വെച്ച് നടക്കുമ്പോൾ കേരളത്തിൽ പാർട്ടിയുടെ വളർച്ച ഉറപ്പാക്കാൻ വേണ്ടിയുള്ള ഏത് തരത്തിലുള്ള ഒരു ബ്ലൂ പ്രിന്റാണ് പുറത്തു വരാൻ പോകുന്നത്? ദേശീയ കൗൺസിലിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളെക്കുറിച്ച് തീരുമാനമെടുക്കേണ്ടത് ദേശീയ നേതൃത്വമാണ്. ഇതൊരു ദേശീയ കൗൺസിലായതുകൊണ്ട് സ്വാഭാവികമായും അതിൻ്റെ വിഷയനിർണ്ണയ കമ്മിറ്റിയുണ്ട്. അതിൽ അഖില ഭാരതീയ ജനറൽ സെക്രട്ടറിമാർ, അതുപോലെ വൈസ് പ്രസിഡന്റുമാർ, ഇവയൊക്കെ അടങ്ങുന്ന ഒരു ഭാരവാഹികളുടെ ഒരു നിരയുണ്ട്. അവരുടെ യോഗത്തിലാണ് ഇവ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ദേശീയമായ കാഴ്ചപ്പാടിലാണ് ഈ നാഷണൽ കൗൺസിലിൽ അജണ്ട നിശ്ചയിക്കാറ്. അതുകൊണ്ട് അവിടെ എന്ത് നിശ്ചയിക്കുന്നു, എന്തായിരിക്കും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ എന്നുള്ളതിനെക്കുറിച്ചൊന്നും വാസ്തവത്തിൽ എനിക്ക് അറിഞ്ഞുകൂടാമെന്നുള്ളതാണ് സത്യം. താങ്കൾ അധ്യക്ഷ പദവിയിൽ എത്തിയ ശേഷമുള്ള കേരളത്തിൽ പാർട്ടിയുടെ വളർച്ചയെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഞാനിപ്പോൾ ഈ സ്ഥാനം ഏറ്റെടുത്തിട്ട് ഏതാണ്ട് 9 മാസത്തോളമായി. ഇപ്പോൾ 10 മാസത്തേക്ക് പ്രവേശിക്കുകയാണ്. ഇതിനോടകം പാർട്ടിയുടെ പുനഃസംഘടന അത് പൂർത്തിയാക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. ഏറ്റെടുത്ത് ഉടനെ തന്നെ ഒരു യാത്ര, വിമോചന യാത്ര എന്ന പേരിൽ സംഘടിപ്പിക്കേണ്ടി വന്നു. അതിനുശേഷം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴേക്കും നാഷണൽ കൗൺസിൽ മീറ്റിംഗ് ആയി. അതുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങൾ ശ്രദ്ധിക്കേണ്ടി വന്നതുകൊണ്ട് പൂർണ്ണമായും സംഘടനാ പ്രവർത്തനങ്ങളിൽ ശക്തിപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള പരിപാടികളിൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും പുനഃസംഘടന പൂർത്തിയാക്കണം. അത് ഒരു പുതിയ പ്രസിഡന്റ് വരുമ്പോൾ സാധാരണ ഒരു ടീം താഴെത്തട്ട് വരെ ഉണ്ടാവുക, അതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇതേവരെയുള്ള കീഴ്വഴക്കം. ഭരണഘടനാപരമായും അത് നിർവഹിച്ച പതിയാകുക. അപ്പം അത് ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിരിക്കും. അപ്പം സുസംഘടിതമായ ആസൂത്രിതമായ ഒരു പ്രവർത്തനം കഴിഞ്ഞ കുറേ നാളുകളോളമായി നടത്താൻ കഴിഞ്ഞതുകൊണ്ടും ഈ തെരഞ്ഞെടുപ്പിലും വിമോചന യാത്രയിലുമൊക്കെ ഉണ്ടായ ഒരു ജനമുന്നേറ്റം വിലയിരുത്തുമ്പോഴും സംഘടനാ പ്രവർത്തനം കുറേയേറെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്, ശക്തിപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് വളരെ ബോധ്യപ്പെട്ടിട്ടുള്ളൊരു യാഥാർത്ഥ്യമാണ്. BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി ദേശീയ നേതൃത്വം ശ്രീ കുമ്മനം രാജശേഖരനെ കൊണ്ടുവന്നപ്പോൾ അവർക്ക് ചില വ്യക്തമായ ലക്ഷ്യങ്ങളും കാഴ്ചപ്പാടും ഉണ്ടായിരുന്നു. അത് വിശാലമായ അർത്ഥത്തിൽ ഒരു ഹിന്ദു ഐക്യം സാധ്യമാക്കുക, അങ്ങനെ BJPയുടെ വളർച്ച കുറെ കൂടി ശക്തമായ നിലയിൽ എല്ലാ തലങ്ങളിലേക്കും വ്യാപിപ്പിക്കുക എന്നതായിരുന്നു. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു അംഗത്തെ സഭയിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നതിനപ്പുറത്തേക്ക് ഒരു ഹിന്ദു ഐക്യം എന്ന ആ ലക്ഷ്യത്തിലേക്ക് ചെന്നെത്തിക്കാൻ പാർട്ടിയെ പര്യാപ്തമാക്കാൻ സംഘടനാ തലത്തിൽ എത്രത്തോളം താങ്കൾക്ക് കഴിഞ്ഞിട്ടുണ്ട്? എന്നെ ഹിന്ദുക്കളുടെ ഐക്യം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അയച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നെ നിയോഗിച്ചത് അഖിലേന്ത്യാ അധ്യക്ഷൻ, അദ്ദേഹമാണ് ആവശ്യപ്പെട്ട് ഈ സ്ഥാനത്തേക്ക് എന്നെ നിശ്ചയിച്ചത്. അപ്പം ഞാനൊരു വളരെ വിശാലമായ ഒരു സ്പേസ് ഈ കേരളത്തിൽ ഉണ്ട്. അത് ജാതി മത വർഗവർണ്ണത്തിനൊക്കെ അതീതമായ ഒരു ജനസമൂഹത്തിൻ്റെ ഉയർച്ചയ്ക്കും അവരുടെ പ്രശ്നങ്ങളുടെ പരിഹാരത്തിനും വേണ്ടിയാണ്. അത് പ്രവർത്തിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. പക്ഷേ താങ്കൾ സംസ്ഥാന അധ്യക്ഷനായ ശേഷവും ഈ അടുത്ത കാലത്തും BJP നടത്തിയിട്ടുള്ള ഇടപെടലുകളും തുടങ്ങി വെച്ചിട്ടുള്ള സംവാദങ്ങളുമെല്ലാം കേരളത്തിലെ സാമൂഹിക ഫാബ്രിക്കിനെ, സോഷ്യൽ ഫാബ്രിക്കിനെ അലോസരപ്പെടുത്തുന്ന രീതിയിലല്ലേ? ഉദാഹരണത്തിന് മതേതര സ്വഭാവമുള്ള സമൂഹത്തിലെ പലയിടങ്ങളെയും BJP ഇടപെട്ട് സാംസ്കാരിക ചിഹ്നങ്ങളെ ഹൈന്ദവവൽക്കരിക്കാൻ ശ്രമിക്കുന്നു എന്ന ആക്ഷേപം ശക്തമാണ്. നിലവിളക്ക് വിവാദത്തിൽ, അതുപോലെ തന്നെ ഓണവുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളിലെ പൊളിച്ചെഴുത്ത് വാമന ജയന്തിയാണ് എന്ന നിലപാടെടുക്കുക, ശ്രീനാരായണ ഗുരു ഹിന്ദു സന്യാസിയാണ് എന്ന വാദമുയർത്തുക, ഇങ്ങനെ പൊതു സാംസ്കാരിക നിലയിലുണ്ടായിരുന്ന മതേതര മൂല്യങ്ങളെല്ലാം ഹൈന്ദവവൽക്കരിക്കാൻ ബോധപൂർവം ശ്രമിക്കുന്നു രാഷ്ട്രീയ ലക്ഷ്യത്തോടെ എന്ന ആക്ഷേപം BJPക്ക് മേലുണ്ട്. ഇത് ശരിയല്ലേ? ഈ നിലവിളക്ക് വിവാദത്തിൽ മതം കൊണ്ടുവന്നതാരാണ്? ഞാനല്ല. ഞാനിത് മതത്തിന് അതീതമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു മതചിഹ്നമാണ് എന്ന് പറഞ്ഞത് സുധാകരനെ പോലെയുള്ള CPM നേതാക്കന്മാരാണ്. അതുകൊണ്ടാണ് ഇത് ഇവിടുത്തെ ഗവൺമെൻറ്
പരിപാടികളിൽ നിലവിളക്ക് കൊളുത്താൻ പാടില്ല എന്ന് പറഞ്ഞത് ഇതിനെ മതത്തെ കണ്ടുകൊണ്ടാണ്. മതങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പും ഇവിടെ അഗ്നി ജ്വലിപ്പിക്കുന്നത് ഈ ഭാരതത്തിലുണ്ടായിരുന്ന ഒരു വലിയ ചടങ്ങാണ്. അതിനെ മതത്തിൻ്റെ ഒരു അതിർവരമ്പിനുള്ളിലാക്കി മതവിഷയമാക്കി. ഞാനിത് മതേതരമായ ഒരു കാര്യമാണെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓരോ വിഷയങ്ങളും ഇപ്പോൾ പൂക്കളം ഇടാൻ പാടില്ല, ഓണാഘോഷം, ഇതിനൊക്കെ മതത്തിൻ്റെ പേരിൽ ഇതിനെ വേർതിരിച്ചതാരാണ്? ഞാൻ എപ്പോഴും ആവശ്യപ്പെട്ടത് പൂക്കളം ഇടാൻ സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ സ്വാതന്ത്ര്യത്തെ എന്തിനു ഹനിക്കണം? ഓണാഘോഷം നടത്തരുത് എന്നല്ലല്ലോ സർക്കാർ പറഞ്ഞത്. ഒഫീഷ്യൽ ടൈമിൽ, ഓഫീസ് ടൈമിൽ അതിനുവേണ്ടി സമയം ചെലവഴിക്കരുതെന്നാണല്ലോ. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ ഓഫീസ് ടൈമിൽ ചെയ്യാൻ പാടില്ലെന്ന് പറയാം. അങ്ങനെ ഒരു സർക്കുലർ ഇറക്കാൻ പാടില്ല. കാരണം അതൊരു ദേശീയ ഉത്സവമാണ്. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ എന്തിനാ പിണറായി വിജയൻ രാഷ്ട്രപതി ഭവനിൽ പോയി ഓണാഘോഷം സംഘടിപ്പിച്ചല്ലോ? അതിൽ കേരള ഹൗസിലെയും ഒക്കെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും കൂടിയല്ലേ നടത്തിയത്? എന്താ അവർ ഓഫീസ് ടൈമിലല്ലേ അത് ചെയ്ത്? കാരണം ആ ഓണാഘോഷം ഈ മലയാളിയുടെ പ്രസ്റ്റീജാണ്, അവരുടെ പ്രൈഡാണ്. അത് ഉയർത്തിപ്പിടിക്കുക അതിലൂടെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് മതമില്ല. ഞാൻ പറയുന്ന കാഴ്ചപ്പാട്, ഇതിനെന്തിനാ മതത്തെ ഇതിൻ്റെ അകത്ത് വലിച്ചഴിച്ചു കൊണ്ടിരുന്നത്? എന്തിനാണ്? അവരാണ് വർഗീയത സൃഷ്ടിക്കുന്നത്, അവരാണ് ഈ വിഭാഗീയത ഉണ്ടാക്കുന്നത്. മതത്തിൻ്റെ മതിൽ കെട്ടിപ്പൊക്കുകയാണ്. വാമനൻ്റെ കാര്യം പറഞ്ഞു. വാമനൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് എന്ന് വിശ്വസിക്കുന്ന ജനങ്ങളുണ്ട്. ആ ജയന്തിക്ക് അവർ അങ്ങനെ വിശ്വസിച്ചോട്ടെ. വാമനൻ്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമുണ്ട്, അവർ ആചരിച്ചോട്ടെ. അവിടെ ഓണാഘോഷമുണ്ട്. ഇവിടെ വാമനിൽ വിശ്വസിക്കുന്നവരും മഹാബലി വിശ്വസിക്കുന്നവരും എല്ലാവരും ഉണ്ട്. രണ്ടിനെയും ബഹുമാനിക്കുന്നവർ തന്നെയാണ്. അവർ തമ്മിൽ ഒരു സംഘർഷവും ഇല്ല, ഒരു സംഘടനവും ഇല്ല, ഒരു വിഭാഗീയത അവരുടെ ഇടയിലില്ല. നമ്മൾ എല്ലാവരും സൂക്ഷിച്ച ഒരു ഐതിഹ്യത്തിന്റെ അടിത്തറ മാന്തുകയല്ലേ അതുവഴി ചെയ്തത്. പ്രത്യേകിച്ച് കേസരിയിൽ വന്ന ലേഖനം തന്നെ അത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. വാമന ജയന്തി ആഘോഷിക്കാൻ താങ്കൾ പറഞ്ഞതുപോലെ അത് വിശ്വാസത്തിന്റെ സ്വാതന്ത്ര്യമാണ്. ആ വാദത്തെ അംഗീകരിക്കുമ്പോൾ തന്നെ കേരളീയർ ഓണം ആഘോഷിക്കുന്നതിന് കാരണമായി പറയുന്ന ഐതിഹ്യം അത് ചരിത്രപരമായി വസ്തുതാപരമല്ല എന്ന് സമർത്ഥിക്കുക, അത് വാമന ജയന്തിയായി ആഘോഷിക്കപ്പെടേണ്ടതാണ് എന്ന് ധാരണ പരത്തുക, ഇതെല്ലാം ശരിയാണോ? അല്ല, കേസരി പോലൊരു വാരികയിൽ ഒരാൾ എഴുതിയ ലേഖനത്തെക്കുറിച്ച് ഞാൻ എന്തിനായി പറയുന്നത്? ഞാൻ BJP പോലൊരു പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ്. ഞാൻ പറഞ്ഞത് വാമന ജയന്തി എന്ന് പറയുന്നത് ഈ കേരളത്തെ സംബന്ധിച്ചത് പുതിയൊരു കാര്യമല്ല. ഭാഗവതം വായിക്കുന്നയാൾ, ഭാഗവത സപ്താഹയജ്ഞം നടക്കുന്ന സന്ദർഭത്തിൽ, വാമന ജയന്തി വായിക്കുന്ന സന്ദർഭത്തിൽ, അവതാരം വായിക്കുന്ന സന്ദർഭത്തിൽ ആ ജയന്തി വലിയ ഭംഗിയായിട്ട് ആചരിക്കാറുണ്ട്. ഇത് കേരളത്തിൽ നടത്തുന്നതാണ്. വാമന പ്രതിഷ്ഠയുള്ള തൃക്കാക്കര ക്ഷേത്രം ഈ കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രമാണ്. ലക്ഷക്കണക്കിന് ജനങ്ങൾ തിങ്ങിക്കൂടുന്ന ക്ഷേത്രമാണ്. അവരൊന്നും വാമന ജയന്തി ആചരിച്ചു എന്ന് പറഞ്ഞത് മഹാബലിയെ നിന്ദിക്കലാണെന്ന് ആര് പറയുന്നു? മഹാബലിയെ ആദരിക്കുന്നതിലൂടെ വാമനെ നിന്ദിക്കലാണ് എന്ന് ആര് പറയുന്നു? ഇത് പറഞ്ഞുണ്ടാക്കി വിഭാഗീയത സൃഷ്ടിക്കുകയാണ്. വാമനൻ്റെ ആൾക്കാർ, മഹാബലിയുടെ ആൾക്കാർ. ഇത് ഈ ഒരു സമൂഹത്തിൽ പിളർപ്പുണ്ടാക്കുകയാണ്. അതാണ് അപകടകരം. ഇവിടെ കേസരിയിൽ വന്ന ലേഖനത്തെ പറ്റി BJP സംസ്ഥാന അധ്യക്ഷൻ വിശദീകരണം നൽകേണ്ട കാര്യമില്ല എന്നതും ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ മഹാബലിയുടെ പ്രതീകമായി വരുന്ന തെയ്യം കെട്ടിവരുന്ന ഓണപ്പൊട്ടൻ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ പ്രതിഷേധമുണ്ട്. ആക്രമിക്കപ്പെട്ട പ്രതിഷേധമുണ്ട്. ഞാൻ പ്രതിഷേധിച്ചിട്ടുണ്ടല്ലോ. നിലവിളക്കിന്റെ കാര്യത്തിലായാലും വാമന ജയന്തിയുടെ കാര്യത്തിലായാലും ശ്രീനാരായണ ഗുരുവിന്റെ കാര്യത്തിലായാലും ഇതുപോലെയുള്ള സംവാദങ്ങൾ ഉയർത്തിവിടുന്നത് സ്വാഭാവികമായി കേരളത്തെ പോലൊരു സംസ്ഥാനത്ത് ഒരു വർഗീയ ധ്രുവീകരണത്തിനുള്ള സാധ്യത ഒരുക്കുന്നില്ലേ? അത് BJP പോലൊരു പാർട്ടിക്ക്, ഒരു ഹൈന്ദവ പാർട്ടിയാണ് എന്ന് ആക്ഷേപം നേരിടുന്ന ഒരു പാർട്ടിക്ക് ഗുണകരമാണോ? ഇതിനകത്ത് വർഗീയ ധ്രുവീകരണം എങ്ങനെ ഉണ്ടാകുമെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാകാത്തൊരു കാര്യമൊന്നും മനസ്സിലാക്കിത്താ. ഞാനിപ്പോൾ ശ്രീനാരായണ ഗുരുദേവനെ പറ്റി പറയുന്നു. ശ്രീനാരായണ ഗുരുദേവനെ പറ്റി മുനി നാരായണ പ്രസാദ് അദ്ദേഹം എഴുതിയിരിക്കുന്ന പുസ്തകങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ പൈതൃകത്തെക്കുറിച്ച്, അദ്ദേഹം പൈതൃകവും നമ്മുടെ സംസ്കാരവും ഹൈന്ദവമായ മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ച ഒരാളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രി, അദ്ദേഹം ഒരു ഹിന്ദു മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ഹിന്ദു മന്ത്രിയാണ്. ദേവസ്വം മന്ത്രി ഒരു ഹിന്ദു മന്ത്രിയാണ്. ഹിന്ദുവായ ഒരു മന്ത്രിയാണ് ഞാൻ പറഞ്ഞാൽ അതെങ്ങനെ നിശ്ചയിക്കാൻ പറ്റും? കാരണം അവർ തന്നെ പറയുന്നുണ്ടല്ലോ, ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന സന്ദർഭത്തിൽ ഹിന്ദു മന്ത്രിമാർ യോഗം ചേർന്ന് വേണം. ആക്റ്റാണ്, ആക്ട് പറയുന്ന കാര്യമാണ്. ഹിന്ദു MLA കൂടി വേണം, യോഗം ചേർന്ന് വേണം ദേവസ്വം ബോർഡിലെ മെമ്പർമാരെ തിരഞ്ഞെടുക്കാൻ. കാലാകാലങ്ങളായിട്ട് തിരഞ്ഞെടുത്തിട്ടില്ലേ? ഇവരൊക്കെ ആ സന്ദർഭത്തിൽ ഹിന്ദു എന്ന് പറയുന്നില്ലേ? ഈ പറയുന്ന ആളുകൾ ഒക്കെ നോമിനേഷൻ സമർപ്പിക്കുന്ന സന്ദർഭത്തിൽ എഴുതാറില്ലേ? ജാതി എഴുതാറില്ലേ? ഇവരൊക്കെ എഴുതുന്നവരില്ലേ? OBCയിൽ പെടുന്ന ഒരാൾ OBC ഇന്ന ജാതി എന്ന് എഴുതാറില്ലേ? ഇതൊക്കെ എന്ന് കരുതി ഒരാളുടെ ജാതി പറഞ്ഞെന്നോ മതം പറഞ്ഞെന്നോ വിചാരിച്ചു അത് മറ്റൊരു മതത്തിന് നിന്നയാകുകയല്ലോ. മറ്റൊരു മതത്തോട് എങ്ങനെയാണ് അത് സ്പർദ്ധയും വിദ്വേഷവും ഉണ്ടാവുമോ?
അതെങ്ങനെ ഉണ്ടാവും? ഞാൻ വിവേകാനന്ദ സ്വാമിയെക്കുറിച്ച് ഒരു കാലത്തിരുന്ന വാൾ പോസ്റ്ററുകളും കലണ്ടറുകളും ഹിന്ദു മോങ്ക് ഓഫ് ഇന്ത്യ എന്നാണ് എഴുതിയിരിക്കുന്നത്. വിദേശികളും എല്ലാവരും തന്നെ എഴുതിയിരിക്കുന്നതാണ്. അങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ച് അദ്ദേഹം ക്രിസ്ത്യാനിക്കെതിരാവും, മുസ്ലിമിനെതിരാണ്. ബി ജെ പിക്ക് ഒരു മതേതര മുഖമുണ്ടെന്ന് താങ്കൾ പറയുമ്പോൾ തന്നെ എല്ലാ വിഷയങ്ങളിലും ഹൈന്ദവ മതവും സംസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിലപാടെടുത്തുകൊണ്ടാണല്ലോ ബി ജെ പി അതിന്റെ സാന്നിധ്യം അറിയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ബിഷപ്പും ഞാൻ വർഗീയവാദിയാണെന്ന് നേരെ പറഞ്ഞിട്ടില്ല. CPM-കാർ മാത്രമേ പറയാറുള്ളൂ. ഒരു മുസ്ലിം സംഘടനാ നേതാവും എന്നെ നോക്കി ഞാനൊരു വർഗീയവാദിയാണെന്ന് പറഞ്ഞിട്ടില്ല, പറയുകയുമില്ല. കാരണം മാറാട്, നിലയ്ക്കൽ പോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആ മതസ്ഥാപനങ്ങളുടെ, ആ മതവിഭാഗങ്ങളുടെയൊക്കെ ഉന്നതസ്ഥാനീയരുമായിട്ട് സൗഹൃദത്തോടും സ്നേഹത്തോടും കൂടി ചർച്ച ചെയ്ത് ഞങ്ങളൊക്കെ വളരെ മാനസിക പൊരുത്തത്തോടു കൂടി തന്നെ ഇതിനെയൊക്കെ സമീപിച്ചിട്ടുള്ളവരാണ്. അങ്ങനെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുള്ളവരുമാണ്. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസിനും ഒരു കാര്യം, ഒരു നിർബന്ധമാണ്. ഇവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒരിക്കലും യോജിച്ചുകൂടാ. അവർ എന്നാണോ യോജിക്കുന്നത് അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിൻ്റെയും കഥ കഴിയും. താങ്കൾ പറഞ്ഞു ബി ജെ പിയുടെ ലക്ഷ്യം ഈ കഴിഞ്ഞ കാലത്ത് കേരളം കണ്ട് മാറി മാറി ഭരിച്ച ഈ സർക്കാരുകൾ അവർ ജനങ്ങളെ വഞ്ചിക്കുകയായിരുന്നു, അതിൽ ഒരു മൂന്നാം ബദൽ തുറന്നിടുക എന്നതാണ് ബി ജെ പിയുടെ ലക്ഷ്യമെന്ന് താങ്കൾ പറഞ്ഞു. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ബി ജെ പി അഴിമതി ആരോപണ വിധേയരായ മന്ത്രിമാർക്കെതിരെ രാഷ്ട്രീയമായി നിലപാട് സ്വീകരിച്ച പ്രസ്ഥാനങ്ങളിൽ ഒന്നാണ്. പക്ഷെ അതേസമയം കെ എം മാണിക്ക് നേരെ ഇപ്പോൾ വിജിലൻസിന്റെ അന്വേഷണം നടക്കുകയും മറ്റ് നടപടികൾ മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ കെ എം മാണിയെ രാഷ്ട്രീയ ശത്രുവായി കാണേണ്ടതില്ല, ഒറ്റതിരിഞ്ഞ് ആക്രമിക്കേണ്ടതില്ല, രാഷ്ട്രീയ ബന്ധുത്വത്തിന് മറ്റു കാര്യങ്ങളൊന്നും തടസ്സമല്ല എന്ന നിലപാടാണ് ശ്രീ കുമ്മനം സ്വീകരിച്ചത്. ഇതൊരു അവസരവാദ നിലപാടല്ലേ? കെ എം മാണിക്കെതിരെ യാതൊരുവിധ നിലപാടുകളും എതിർപ്പുകളും വേണ്ട എന്നൊന്നും ഞാനെടുത്തും പറഞ്ഞിട്ടില്ല. എവിടെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്? കെ എം മാണി അദ്ദേഹത്തിനെതിരെ അഴിമതി ആരോപണം ഉണ്ടായപ്പോൾ നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രക്ഷോഭ പരിപാടികൾ BJP നടത്തിയിട്ടുണ്ട്. ആ നിലപാട് ഒരു മാറ്റമില്ല. ഞാൻ കെ എം മാണിയായിട്ട് ചർച്ച നടത്തുന്നതിനെക്കുറിച്ചോ കെ എം മാണിയുമായി ബന്ധം വരുന്നതിനെക്കുറിച്ചോ ഒന്നും ഇതേവരെ പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടികൾക്ക് NDAയിൽ വരണമെന്നുണ്ടെങ്കിൽ UDF-ഉം LDF-ഉമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചതിന് ശേഷം NDAയുടെ നയപരിപാടികൾ സ്വീകരിക്കാൻ തയ്യാറാണോ ഇല്ലയോ എന്നുള്ള സംബന്ധിച്ചുള്ളത് രാഷ്ട്രീയ നയം വ്യക്തമാക്കണം. ആ രാഷ്ട്രീയ നയം വ്യക്തമാക്കാതെ എത്രത്തോളം കാലം അതേപ്പറ്റി അഭിപ്രായം പറയേണ്ട കാര്യമില്ല. ശരി, അപ്പോൾ NDAയിലേക്ക് ഒരു പ്രവേശനം ആഗ്രഹിക്കുകയാണെങ്കിൽ താങ്കൾ പറയുന്നത് NDAയുടെ നയങ്ങൾ അംഗീകരിച്ചാൽ മാത്രം മതി, അദ്ദേഹത്തിന് മേലുള്ള അഴിമതി ആരോപണങ്ങൾ സംബന്ധിച്ചുള്ള ഒരു വ്യക്തത ആവശ്യമില്ല എന്നാണ്. കേരള കോൺഗ്രസിന്റെ രാഷ്ട്രീയ നയം എന്ത് എന്ന് കേരള കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് വ്യക്തമാക്കേണ്ടത്. രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാട് എന്തെന്ന് ഞാൻ ചോദിച്ചിട്ടുള്ളൂ. ആ രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാട് എന്ത് എന്നുള്ളത് അറിയാത്തിടത്തോളം കാലം ഞാനൊരു സാങ്കല്പികമായ ഒരു ചോദ്യത്തിന് ഉത്തരം പറയേണ്ട കാര്യമില്ലല്ലോ. കേസിന്റെ വഴിക്ക് പോകട്ടെ എന്ന് തന്നെയാണ് പറയുന്നത്. നിയമത്തിന്റെ വഴിക്ക് പോകണം. ആ കാര്യത്തിൽ ഉറച്ച നിലപാടാണ്. NSS-ഉമായി ഒരു നല്ല ബന്ധം ഉണ്ടാക്കാൻ ശ്രീ കുമ്മനം സംസ്ഥാന അധ്യക്ഷന് ശേഷം സാധിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും നല്ല ബന്ധത്തിൽ തന്നെയാണ്. ഞാൻ ചോദിക്കുന്നത് രാഷ്ട്രീയമായി അവരിൽ നിന്ന് സഹായം കിട്ടാവുന്ന തരത്തിൽ ആ ബന്ധത്തെ മെച്ചപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടോ? ഇപ്പോൾ SNDP യോഗം, BDJS എന്ന രാഷ്ട്രീയ രൂപം, KPMS-ന് കൂടെ നിൽക്കുക, യോഗക്ഷേമ സഭ, അതുപോലെ രാഷ്ട്രീയമായി BJP-യുടെ പ്രത്യയശാസ്ത്രങ്ങൾ അംഗീകരിക്കത്തക്ക രീതിയിൽ NSS-ഉമായി ആ ബന്ധം മെച്ചപ്പെടുത്താൻ ശ്രീ കുമ്മനം വന്ന ശേഷം സാധിച്ചു. NSS ഒരു സാമുദായിക സാംസ്കാരിക പ്രസ്ഥാനമാണ്, സാമൂഹ്യ പ്രസ്ഥാനം. അതിൽ ഒരു BJP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ കക്ഷിക്ക് അതിനൊരു ഒരു ഐക്യം ഉണ്ടാക്കാനും ഒരു പിന്തുണ കിട്ടാനും വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കാൻ സാധിക്കില്ല. രാഷ്ട്രീയ പാർട്ടിയുടെ വഴിക്കും മറ്റൊരു സംഘടന എന്നുള്ള നിലയ്ക്ക് അത് സ്വതന്ത്രമായി നിലനിൽക്കുന്ന പ്രസ്ഥാനമാണ്, സൗഹൃദമാണ്. അല്ലാതെ ഒരു മുന്നണി രൂപീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കേണ്ട കാര്യമുണ്ട്. SNDP അങ്ങനെ തന്നെയാണ്. BDJS എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയാണ്. അതുകൊണ്ടാണ് BDJS-ഉമായിട്ട് ചർച്ച ചെയ്തു, രാഷ്ട്രീയ ബന്ധങ്ങളുണ്ടായി. KPMS BDJS-ന്റെ ഭാഗമാണ്. KPMS അപ്പോഴും സാമുദായിക പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് അവിടെയുണ്ട്. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരുടെ സംഘടന തന്നെയാണ്, അതിപ്പോഴും ഉണ്ട്, സൗഹൃദമാണ്. SNDP യോഗമായിട്ട് സൗഹൃദമാണ്. പക്ഷേ രാഷ്ട്രീയ ഐക്യം SNDP യോഗമായിട്ടല്ല, BDJS-ആയിട്ടാണ്. അപ്പോൾ BDJS രാഷ്ട്രീയ കക്ഷി ആയതുകൊണ്ട് രാഷ്ട്രീയ ബന്ധങ്ങളാകാം. NSS സ്വതന്ത്രമായ ഒരു സാമുദായിക സാമൂഹ്യ സാംസ്കാരിക പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് അത് നിലകൊള്ളുകയാണ്, സൗഹൃദമാണ്. ഇവട്ടെല്ലാം സൗഹൃദം വെച്ച് പുലർത്തുന്നുണ്ട്. ഒരു രാഷ്ട്രീയ കക്ഷി എന്നുള്ളതിലേക്ക് BJP-ക്ക് അതേ ചെയ്യാൻ പറ്റുള്ളൂ. ശ്രീ കുമ്മനം, താങ്കൾ ദീർഘനാളുകളായി, വർഷങ്ങളായി എല്ലാ വിഭാഗം ജനങ്ങൾക്കിടയിലും പ്രവർത്തിച്ച് പരിചയസമ്പന്നനായ ഒരു വ്യക്തിയാണ്.
ഒരു 10 വർഷം മുൻപുള്ള കേരളത്തിലെ സാമൂഹിക അവസ്ഥയുമായി താരതമ്യം ചെയ്യുമ്പോൾ മതാധിഷ്ഠിതമായ ചിന്തയും ആ തരത്തിലുള്ള വർഗീകരണവും ആ തരത്തിലുള്ള ഇടപെടലുകളും കേരളീയ സമൂഹത്തിൽ കൂടുതലായി കണ്ടുവരുന്നില്ലേ? കേരളീയ സമൂഹത്തിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വർഗീയ വിദ്വേഷം ജനിപ്പിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മതവിഭാഗങ്ങളെ തമ്മിൽ അടുപ്പിക്കുക എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം പ്രവർത്തന ലക്ഷ്യം. അതുകൊണ്ട് ഇവിടെ ഒരു മാനവ മൈത്രിയും അതുപോലെ തന്നെ ഒരു മതസൗഹാർദ്ദവും യാഥാർത്ഥ്യമാകുവാൻ ഏറ്റവും അധികം വിലങ്ങുതടി കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അവരൊരിക്കലും സമ്മതിക്കില്ല. ആരാധനാലയങ്ങളിൽ ശാഖയുടെ പ്രവർത്തനം പാടില്ല എന്നത് നിയമപരമായി തന്നെ നിലനിൽക്കുന്ന കാര്യമല്ലേ? അവിടെ എന്തിനാണ് എതിർപ്പ്? നിയമപരമായി നിലനിൽക്കുന്ന കാര്യമാണെങ്കിൽ പിന്നെ എന്തിനാ ഇത് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? എന്തിനാണ്? നിയമം ലംഘിക്കുന്നുണ്ടെങ്കിൽ അടുത്ത പോലീസ് സ്റ്റേഷനിൽ പോയി ഈ ദേവസ്വം മന്ത്രിക്ക് ഒരു ചെറിയ കടലാസ് എഴുതി കൊടുത്താൽ പോരെ? വേണ്ട, അദ്ദേഹത്തിന്റെ ആഫീസിൽ നിന്ന് DGP എന്ന് വിളിച്ചു പറഞ്ഞാൽ പോരെ? ഈ ശബരിമലയിൽ സ്ത്രീകളുടെ പ്രവേശനം സംബന്ധിച്ച് എന്താണ് ശ്രീ കുമ്മനം BJPയുടെ ഔദ്യോഗിക നിലപാട്? ഇപ്പൊ ഇവിടെ സംഭവിച്ചത് എന്താ? മുഖ്യമന്ത്രി പറയുന്നു 365 ദിവസവും ശബരിമല ക്ഷേത്രം തുറന്നിട്, വരുന്നവരിൽ നിന്നൊക്കെ പണം വാങ്ങിക്കുക, 5000 രൂപ 1000 രൂപ വാങ്ങിക്കുക, അങ്ങനെ ഏർപ്പാടുകൾ ചെയ്യ്. സ്ത്രീകളൊന്നും പ്രവേശിക്കുന്നില്ല, എന്താ തെറ്റ്? പ്രവേശിക്കട്ടെ. ദേവസ്വം മന്ത്രി, മുഖ്യമന്ത്രി ഇങ്ങനെ ഓരോ അഭിപ്രായങ്ങൾ പറയുക. ഞാനിത് പറയുന്ന ശബരിമല ക്ഷേത്രത്തിന്റെ കാര്യത്തിൽ മാത്രം ഇങ്ങനെ അഭിപ്രായം പറയുന്നത് തെറ്റെന്നല്ല പറയും. മലയാറ്റൂർ പള്ളി 365 ദിവസവും പോട്ടെ, എല്ലാവരും അങ്ങോട്ട് ചെല്ലട്ടെ, അതിലെന്താ തെറ്റെന്ന് മുഖ്യമന്ത്രി പറയാൻ പറ്റൂ? ഹജ്ജിന് എല്ലാം 365 ദിവസം ഇന്ത്യയിൽ നിന്ന് ആളിനെ വിട് എന്ന് മുഖ്യമന്ത്രിക്ക് പറയാൻ പറ്റൂ? മുഖ്യമന്ത്രി ആരാ ഇതൊക്കെ പറയാൻ? അതാത് മതസ്ഥർക്ക് അവരവരുടെ മതാചാരങ്ങൾ ഏത് രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാനും പ്രവർത്തിക്കാനും തീരുമാനങ്ങൾ കൈക്കൊള്ളാനും നടപ്പിലാക്കാനും ഒക്കെ ഒരു മെക്കാനിസം ഉണ്ട്, ഒരു വ്യവസ്ഥയുണ്ട്, ഒരു സംവിധാനമാണ്. അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ചെയ്തോട്ടെ, അത് അവർക്ക് വിടുക. അത് മതസ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ്. ശരി, അത് ഞാൻ അംഗീകരിക്കുന്നു. എന്റെ ചോദ്യം, RSS ഇക്കാര്യത്തിൽ എടുത്ത നിലപാട് ഇന്ത്യയിലെ ഹിന്ദു ക്ഷേത്രങ്ങളിൽ സ്ത്രീകൾ പ്രവേശിപ്പിക്കുന്നതിനോട് യോജിച്ചു നിൽക്കുന്നു എന്നതാണ്. ആ നിലപാട് തന്നെയാണോ BJP സംസ്ഥാന അധ്യക്ഷനും ഉള്ളത്? ശബരിമല ക്ഷേത്രം സംബന്ധിച്ച് RSS അങ്ങനെ വ്യക്തമായ അഭിപ്രായമൊന്നും പറഞ്ഞിട്ടില്ല. ഇന്ത്യയിലെ ക്ഷേത്രങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ശബരിമലയുടെ മാത്രം വിഷയമാണ്. ശബരിമല ക്ഷേത്രത്തിലെ ആചാരങ്ങൾ ആ ശബരിമല ക്ഷേത്രത്തിൽ മാത്രമുള്ളതാണ്. കാരണം വ്രതപ്രധാനമായ ഒരു ക്ഷേത്രമാണ്. മറ്റുള്ളവർക്ക് വ്രതം ആവശ്യമില്ല. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് രാവിലെ 8 മണിക്ക് പോകാം. പക്ഷേ ശബരിമല ക്ഷേത്രത്തിൽ വ്രതമെടുക്കണം എന്നുള്ളതാണ് ആ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതിലെ തെറ്റുമുണ്ടാകാം, ശരിയുണ്ടാകാം, വിശ്വാസികളും കാണും അവിശ്വാസികളും കാണും. അത് ഉള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. പക്ഷേ RSSന് ആ അഭിപ്രായം എന്ത് എന്നുള്ളതിനെക്കുറിച്ച് എല്ലാവരുമായും ചർച്ച ചെയ്തതിനു ശേഷം ഉരുത്തിരിഞ്ഞു വരേണ്ടതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് തന്ത്രിമുഖ്യനുണ്ട്, ക്ഷേത്ര ഭാരവാഹികളുണ്ട്, ഭക്തജന സംഘടനകളുണ്ട്, പണ്ഡിതന്മാരുണ്ട്. അവരെ എല്ലാവരെയും ബന്ധപ്പെട്ട് യോജിച്ചിരുന്നു കൊണ്ട് ഒരു അഭിപ്രായ സമന്വയം ഈ കാര്യത്തിൽ ഉണ്ടാക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്രേ പറഞ്ഞിട്ടുള്ളൂ. ഈ അടുത്ത കാലത്ത് താങ്കൾ പറഞ്ഞത് ഞാൻ ഗ്രൂപ്പ് ഇല്ലാത്ത അധ്യക്ഷനാണെന്നാണ്. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? BJPക്കകത്ത് ഗ്രൂപ്പുണ്ട്, അതില്ലാത്ത അധ്യക്ഷനാണ് താങ്കൾ എന്നാണോ? എന്നല്ലല്ലോ അതിനർത്ഥം. ഞാൻ പറഞ്ഞത് മുഴുവൻ വ്യക്തമായിട്ട് കേൾക്കാത്തതുകൊണ്ടായിരിക്കും. BJPയിൽ യാതൊരു വിധത്തിലുള്ള ഗ്രൂപ്പുകളില്ല. ഞാൻ എൻ്റെ 10 മാസത്തെ പ്രവർത്തനത്തിൽ കൂടി എനിക്ക് വളരെ വ്യക്തമായി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറയാൻ സാധിക്കും. നേതാക്കന്മാരെല്ലാവരും വളരെ ടീമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. യാതൊരുവിധ ഗ്രൂപ്പുകളും ഭാരതീയ ജനതാ പാർട്ടിയിലില്ല. അതുകൊണ്ട് എനിക്കൊരു ഗ്രൂപ്പിൻ്റെ വിഷയത്തെപ്പറ്റി ചിന്തിക്കേണ്ടതായിട്ടില്ല. എനിക്ക് ഗ്രൂപ്പില്ല. കാരണം ആർക്കും ഗ്രൂപ്പില്ലാത്തതുകൊണ്ട് തന്നെയാണ്. ഈ പാർട്ടിയിൽ നിന്ന് വർഷങ്ങൾക്ക് മുൻപ് പല കാരണങ്ങളാൽ തെറ്റിപ്പിരിഞ്ഞു പോയ അല്ലെങ്കിൽ വേർപെട്ടു പോയ PP മുകുന്ദനെയും K രാമൻപിള്ളയെയും പോലെയുള്ള ആളുകൾ, അവർക്ക് വീണ്ടും പാർട്ടിയിലേക്ക് മടങ്ങി വരാൻ ഒരു അവസരം തുറന്നിട്ടിരുന്നു കുമ്മനം രാജശേഖരൻ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ്. അവരെല്ലാം എൻ്റെ രാഷ്ട്രീയ ഗുരുക്കന്മാരാണെന്ന് താങ്കൾ പറഞ്ഞു. പക്ഷെ അവരുടെ കാര്യത്തിൽ പിന്നീട് ശ്രീ കുമ്മനം കാര്യമായി സംസാരിച്ച് കണ്ടില്ല. അവരൊക്കെ പാർട്ടിയിലേക്കുള്ള വരവ് നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. യാതൊന്നും നിഷേധിച്ചായിട്ട് ഞാൻ ഇന്നവരെ പറഞ്ഞിട്ടില്ല. കവാടങ്ങൾ തുറന്നു തന്നെയാണ് കിടക്കുന്നത്. അവർ BJPയിൽ തുടർന്ന് പ്രവർത്തിക്കുന്നതിൽ എല്ലാവർക്കും സന്തോഷം തന്നെയാണ്. യാതൊരു എതിർപ്പും പ്രകടിപ്പിച്ചിട്ടില്ല. അവർ, എൻ്റെ വിശ്വാസം, BJPയോടൊപ്പം നിന്നുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രവർത്തന രംഗത്തുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഈ നാഷണൽ കൗൺസിൽ നടക്കുന്ന വേളയിൽ പഴയ പ്രവർത്തകരെ എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട്, അവരെയും ക്ഷണിച്ചിട്ടുണ്ട്, എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട്. ഇനി ബാക്കി കാര്യങ്ങൾ സംഘടനയിൽ ഏതൊക്കെ നിലയിൽപ്പെടുത്തണം അത് ദേശീയ നേതൃത്വമായിട്ടൊക്കെ ആലോചിച്ച് ഒരു അതിനെന്ത് ചെയ്യണമെന്നുള്ളതിനെപ്പറ്റി തീരുമാനമെടുക്കും. കണ്ണൂരിലെ RSS CPM സംഘർഷം കുറെ കൂടി രൂക്ഷമായ ഒരു ഫേസിലേക്ക് മാറിയിരിക്കുകയാണ്.
കേരളം ഭരിക്കുന്ന ഒരു പാർട്ടി, കേന്ദ്രം ഭരിക്കുന്ന മറ്റൊരു പാർട്ടി എന്ന തരത്തിൽ സ്വന്തം കരുത്ത് തെളിയിക്കാൻ വേണ്ടി ഉള്ള ഒരു രാഷ്ട്രീയ സംഘർഷമായി കൂടി കണ്ണൂരിലേത് മാറിയിട്ടുണ്ട്. എപ്പോഴും CPM നിൽക്കുന്നൊരു നിലപാട് ഈ സംഘർഷങ്ങൾക്കെല്ലാം തുടക്കം കുറിക്കുന്നത് RSSകാരാണെന്നുള്ളതാണ്. എന്താണ് കണ്ണൂരിൽ ഉണ്ടായിട്ടുള്ള ഈ സംഘർഷങ്ങൾക്കുള്ളൊരു രാഷ്ട്രീയ പോംവഴി? അതിന് BJP എങ്ങനെയാണ് മുൻകൈ എടുക്കാൻ പോകുന്നത്? കണ്ണൂരിൽ സംഘർഷം ഉണ്ടായിട്ടുള്ളതിൻ്റെ ഉത്തരവാദി RSS ആണെന്ന് ആരും പറയില്ല. കാരണം തുടർച്ചയായ അക്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വിവരങ്ങൾ നേരിട്ട് മനസ്സിലാക്കാൻ ഡൽഹിയിൽ നിന്ന് വന്ന MP-മാർ കല്ലിത്താഴ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവർ കാണാൻ വേണ്ടി പോകുന്ന അന്ന് വെളുപ്പിന് ഒരു വീട്ടിലേക്ക് ബോംബെറിഞ്ഞിട്ടുണ്ട്. അടുത്ത വീട്ടിൽ ഗ്ലാസുകൾ മുഴുവൻ പൊട്ടിച്ച് തകർത്തിട്ടിരിക്കുന്നു. അവർ നേരിട്ട് വന്ന് കണ്ടതാണ്. അവർ കണ്ടതിന് ശേഷം പോയി വൈകുന്നേരമായപ്പോഴേക്കും വീണ്ടും ആ പ്രദേശത്ത് മറ്റ് 2 വീടുകൾ തകർത്തിരിക്കുന്നു. ഇതൊക്കെ ഈ കണ്ണൂരിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. 81ാമത്തെ ആളാണ് മാർസിസ്റ്റുകാരെ കൊല ചെയ്യപ്പെട്ട RSSന്റെ പ്രവർത്തകൻ ബിനീഷ് എന്ന് പറയുന്നയാൾ, ചെറുപ്പക്കാരൻ. 81ാമത്തെയാണ്. ഈ കൊലപാതകങ്ങൾ ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ എന്താ ഇതിൻ്റെ അവസാനം? മാർസിസ്റ്റുകാരെപ്പോഴും പച്ചക്കള്ളം പറയുന്ന കാര്യത്തിൽ അവർക്ക് യാതൊരു മടിയുമില്ല, ഒരു നെഞ്ചെടുപ്പുമില്ല. പച്ചക്കള്ളം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആർക്കും അറിയാവുന്ന കാര്യമാണ് അവിടെ സംഘട്ടനവും സംഘർഷവും നിത്യേന ഒന്നോണം വിട്ടുമാറാതെ നിലനിൽക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദി അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഏറ്റവും അവസാനമായിട്ട് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞല്ലോ, പാടത്ത് പണിയെടുത്താൽ ഞങ്ങൾ വരമ്പത്ത് കൂലി കൊടുക്കുകയാണ്. ഈ വരമ്പത്ത് കൂലി കൊടുക്കുക എന്നതിനെപ്പറ്റി അവർക്ക് പറയാനുള്ളൂ. തിരിച്ചടിയെപ്പറ്റി മാത്രമേ അവർക്ക് പറയാനുള്ളൂ. അപ്പോൾ അവിടെ സമാധാനം ഉണ്ടാകണമെങ്കിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയുധങ്ങൾ താഴെ വെക്കണം. അല്ലാതെ അവിടെ സമാധാനം ഉണ്ടാകാൻ പോകുന്നില്ല. ഏകപക്ഷീയമായ അക്രമ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ 110 ദിവസം കഴിഞ്ഞുള്ള ഈ ഭരണം 112 ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. 300-ൽ പരം കേസുകൾ, അക്രമ കേസുകൾ ഉണ്ടായിരുന്നു. ഇതിലൊരു ഭാഗത്ത് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. ഒരഭിപ്രായം പോലും ഈ അക്രമ സംഭവങ്ങളെക്കുറിച്ച് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല. ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്. എന്തുകൊണ്ട് പറയുന്നില്ല? അപ്പോൾ ഈ അക്രമത്തിന് പ്രോത്സാഹനം നൽകുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീക്കൊള്ളി കൊണ്ട് തലചൊറിയുകയാണ്. അവർ കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് വീഴുകയാണ്. ഈ നാഷണൽ കൗൺസിലിന് ശേഷം കേരളത്തിൽ BJPയുടെ പ്രവർത്തനത്തിൽ വരാൻ പോകുന്ന മാറ്റം എന്തായിരിക്കും? BJPയുടെ പ്രവർത്തനം ഊർജ്ജസ്വലമായി, സുശക്തമായി, സുസംഘടിതമായി ഇനിയും മുന്നോട്ടേക്ക് പോകും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. താങ്ക് യു. താങ്ക് യു.